ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പൗലോ കോയിലോ പങ്കുവയ്ക്കുന്ന ഒരു കൊച്ചു കഥയുണ്ട്. തൻ്റെ അടുക്കൽ വന്ന ഒരു അന്വേഷിയോട് നഗരം ചുറ്റി വരാനായിട്ട് ഗുരു ആവശ്യപ്പെട്ടാണ്. കൂട്ടത്തിൽ ഒരു സ്പൂണിൽ ഇത്തിരി എണ്ണയും നൽകി അവനെ പറഞ്ഞയച്ചു. അന്ത്യമായപ്പോഴേക്കും അവൻ തിരിച്ചു വന്നു. കാഴ്ചകളൊക്കെ അവനിഷ്ടായി. ഗുരു ചോദിച്ചു, കൈവശമുള്ള എണ്ണയോ? കാഴ്ചകൾ കാണുന്നതിൻ്റെ ഇടയിൽ എണ്ണ നഷ്ടപ്പെട്ടു പോയത് അവൻ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. പിറ്റേ ദിവസം ഒരവസരം കൂടി അവന് കൊടുത്തു. അവൻ യാത്ര തിരിച്ചു. അന്ത്യമായപ്പോഴേക്കും എണ്ണ നഷ്ടപ്പെടുത്താതെ അവൻ തിരിച്ചു വന്നു. ഗുരു ചോദിച്ചു, കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടായി? ഈ എണ്ണ തുളുമ്പാതിരിക്കാനുള്ള ശ്രമത്തിനിടയിൽ കാഴ്ചകൾ കാണാനായിട്ട് അവൻ വിട്ടുപോയി. ഗുരു ഒട്ടും തൃപ്തനല്ല. ഗുരു അവനോട് പറയാണ്, നീ എന്തും കണ്ടോളൂ, നീ എവിടെയും അലഞ്ഞോളൂ, അപ്പോഴും ഒരു തുള്ളി എണ്ണ പോലും തുളുമ്പാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിലാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. അനുദിന ജീവിത വ്യാപാരങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ ഒരുപക്ഷെ ജോലി തിരക്കുകളാകാം, പഠനത്തിൻ്റെയും മറ്റു പലതിൻ്റെയും തിരക്കുകളാകാം. ഇതിലൊക്കെ നമ്മൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സനാതനമായ ചിലതുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ് കഥയുടെ സാരം. സനാതനമായ ചിലതുമായി ബന്ധത്തിലാവുക. പലതിൻ്റെയും പിറകിലുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഓരോരുത്തരും. അത് ചിലർക്ക് ജോലിയുടെ പിറകെ ആകാം, പഠനത്തിൻ്റെ പിറകെ ആകാം, പണത്തിൻ്റെ പിറകെ, സ്ഥാനമാനങ്ങളുടെ പിറകെ, ഇങ്ങനെ ഓരോന്നിൻ്റെയും പിറകെ ഓടി കിതയ്ക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിടുമ്പോൾ ആശ്വാസം നേടാനായിട്ട് പലയിടങ്ങളെയും നമ്മൾ ആശ്രയിക്കാറുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ ഒരു ഇൻവിറ്റേഷനുമായിട്ട് വരാണ്. ആ ഇൻവിറ്റേഷൻ വേറൊന്നുമല്ല, ഈശോ ഒരു അഷ്യൂറൻസ്, ഒരു ഗ്യാരണ്ടി നമുക്ക് തരാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള ഏറ്റവും വലിയ ഒരു അഷ്യൂറൻസ്. യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ ക്ഷണത്തിൽ ഒരു വിശ്രമത്തിൻ്റെയും ഒരു സംതൃപ്തിയുടെയും ഒരു ആസ്വാദനത്തിൻ്റെയും ഉറവിടം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന ഒന്നാമത്തെ ചിന്ത എന്നുള്ളത് നിലനിൽക്കുന്നവയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ നിലനിൽക്കുന്നവയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാണെന്ന് കരുതുന്ന, നമ്മുടേതാണെന്ന് കരുതുന്ന പലതും അത് എന്നും നിലനിൽക്കണമെന്നില്ല. അത് കടന്നു പോകുന്നതാണ്. എന്നാൽ എന്നും നിലനിൽക്കുന്ന ഒരേ ഒരു സത്യമുള്ളൂ, അത് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധമാണ്. ഇനി ഏതു തരത്തിലുള്ള ആശ്വാസമാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മറ്റെങ്ങും ലഭിക്കാത്തതും ശാശ്വതമായതും എന്നും നിലനിൽക്കുന്നതുമായ ഒരു ആശ്വാസമാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുക. പലപ്പോഴും നമുക്ക് ഇത് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം നമ്മൾ ഈശോയുമായിട്ട് ഒരു അടുത്ത ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തുവുമായി, യേശുവുമായി ഒരു ആത്മീയ ബന്ധം, ഒരു അടുത്ത ബന്ധം, ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി തൻ്റെ അപ്പച്ചനോട് ചോദിക്കുകയാണ്, അപ്പച്ച, ദൈവത്തിന് എന്തോരം വലിപ്പമുണ്ട്, ഹൗ ബിഗ് ഗോഡ് ഈസ്. അപ്പോൾ അവൻ്റെ അപ്പൻ അവനോട് പറയുന്ന മറുപടി വളരെ രസകരമാണ്. ആകാശത്തു കൂടി പറന്നു പോകുന്ന ഒരു വിമാനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ്റെ അപ്പൻ അവനോട് ചോദിക്കുകയാണ്, ആ വിമാനത്തിന് എന്തോരം വലിപ്പമുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടി അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി കൈയൊക്കെ അളവൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അവൻ പറഞ്ഞു, ഇത്ര വലിപ്പമുള്ളൂ. അവൻ്റെ അപ്പൻ അവനെ കൂട്ടി എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിലെ പാസ്സൊക്കെ എടുത്തു. നിർത്തിയിട്ടിരിക്കുന്ന വിമാനം ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അപ്പൻ കുട്ടിയോട് ചോദിക്കുകയാണ്, ഇനി പറ, ഈ വിമാനത്തിന് എന്തോരം വലിപ്പമുണ്ട്. അപ്പം അവന് വളരെ അത്ഭുതകരമായി. കാരണം ആകാശത്തുകൂടി പറന്നു പോയപ്പോൾ ഒരു ഇത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്ന വിമാനം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വളരെ വലിപ്പം. അവന് വളരെ കൗതുകമായി. എന്നിട്ട് അവൻ്റെ അപ്പൻ അവനോട് പറയാണ്, ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വലിപ്പവും. നമ്മൾ അകലെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ ദൈവവുമായിട്ട് അടുത്തിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുത്തായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എത്രത്തോളം വലിയവനാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ചെറിയ ഒരു കഥയാണെങ്കിൽ കൂടി നമ്മൾ ദൈവവുമായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു ബന്ധം ഇപ്രകാരമാണ്. ഈശോയുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട്, ഈശോയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ആത്മീയ ബന്ധം, ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായി ഇന്ന് വചനം പങ്കുവയ്ക്കുന്ന മറ്റൊരു ചിന്ത, നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്.
ഇതുപോലെ ഈശോ ഇന്ന് നമ്മളോട് പറയാണ് ഈശോയുടെ 2 സദ്ഗുണങ്ങളെ പറ്റി. ഞാൻ ശാന്തശീലനാണ്, ഞാൻ വിനീത ഹൃദയനാണ്. ഞാൻ ശാന്തശീലനാണ്, ഞാൻ വിനീത ഹൃദയനാണ്. ഈശോയുടെ ശാന്തശീലതയെ പറ്റി പറയുമ്പോൾ സഹനദാസനെ കുറിച്ചുള്ള ഏശയ്യായുടെ പ്രവചനം ഇവിടെ അനർത്ഥമാകുന്നതായിട്ട് നമുക്ക് തോന്നാം. എല്ലാം സഹിക്കുന്ന, എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം ഏറ്റെടുക്കുന്ന സൗമ്യത നിറഞ്ഞ ജീവിതം, എല്ലാവർക്കും എല്ലാമായി മാറുന്ന, എല്ലാവർക്കും താങ്ങും തണലുമാകുന്ന ഈശോയുടെ ശാന്തത നിറഞ്ഞ ജീവിതം, സ്വയം ശൂന്യനാക്കുന്ന, താൻ ഒന്നുമല്ലെന്നും തന്നെ തന്നെ മുറിച്ച് നൽകുന്നവനുമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ഈശോയുടെ വിനീത ഹൃദയത്വം. അത് നിസ്വാർത്ഥതയുടെ ജീവിതവും അടയാളവുമാണ്. മറ്റു മനുഷ്യരിൽ നിന്ന് ഈശോയെ വ്യത്യസ്തനാക്കുന്നതും ഈശോയുടെ ഈ വിനീത ഹൃദയത്തിൻ്റെ പ്രത്യേകതകളാണ്. സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശം വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ പറയുമ്പോഴും അത് ഈശോയുടെ വിനീത ഹൃദയത്തിൻ്റെ പര്യായം തന്നെയാണ് നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുക. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈശോയുടെ വിനീത ഹൃദയത്തിൻ്റെ ഈ പ്രത്യേകതകളാണ് നമ്മൾ കാണുക. ഈശോയുടെ ഈ സദ്ഗുണങ്ങൾ, ശാന്തശീലതയും വിനീത ഹൃദയവും നമ്മുടെ ജീവിതത്തിലും പകർത്തണം, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന് പറയുക. ഈശോയുടെ ഈ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും യേശുവുമായി ഒരു ആഴമായ ബന്ധം, ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാനും അനുഭവിച്ചറിയുന്ന സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനും നമുക്ക് കൃപയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അവനെ സന്തോഷവനാക്കാൻ കഴിയുന്നുള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ അവനെ സന്തോഷവനാക്കാൻ കഴിയുന്നുള്ളൂ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ആശ്വാസം നമുക്ക് ലഭിക്കൂ. ഈശോ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈ ഇൻവിറ്റേഷൻ നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.